കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ വാഹനാപകടം. വടകര കടമേരി സ്വദേശി ടി.കെ. ആൽവിൻ മരിച്ചു. വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു ആൽവിൻ. അതിനിടെ കൂട്ടത്തിലെ തന്നെ ഒരു വാഹനം ഇടിക്കുകയായിരുന്നു. മേഘ ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘ, ഈ അപകടത്തിന് വഴിവെച്ച കാര്യം വലിയ ഞെട്ടലോടുകൂടി തന്നെ നമ്മൾ കേൾക്കേണ്ടിയിരിക്കുന്നു. അമിത വേഗം, ഒപ്പം ബീച്ച് റോഡിലെ ഈ ഒരു ചേസിംഗ് സീൻ, അത് ചിത്രീകരിക്കാനുള്ള ഒരു ആവേശമാണ് ഇപ്പോൾ ആൽവിന്റെ ജീവൻ കവർന്നത്. പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്താണ്? കാവ്യ, ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത്. കോഴിക്കോട് ബീച്ച് റോഡിന് സമീപത്താണ് അപകടം നടക്കുന്നത്. റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ അതിലൊരു വാഹനം വന്ന് ചിത്രീകരിക്കുന്ന ആൽവിനെ ഇടിക്കുകയായിരുന്നു. ദാരുണാന്ത്യം തന്നെയാണ്. അതായത് ആൽവിൻ ഈ ബാരിക്കേഡിന് സമീപത്ത് നിൽക്കുകയായിരുന്നു. ഈ വാഹനം വാഹനം പുറപ്പെടുന്നു. അതിന് പിന്നാലെ 2 വാഹനം, ഞാനിപ്പോൾ വാഹനത്തിൻ്റെ അടുത്താണുള്ളത്, ഒരു ഡിഫൻഡറും അതിന് പിന്നാലെ ഒരു ബെൻസുമാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഈ വാഹനങ്ങളാണ് റീൽസ് ഓടിക്കാൻ വേണ്ടി, ഈ 2 വണ്ടിയും പുതിയ വണ്ടിയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഈ വണ്ടിയുടെ ഒരു ആഡംബരം ഉൾപ്പെടെ കാണിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ റീൽസ് എന്ന ഇതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഡിഫൻഡർ തന്നെ ഇടിച്ചുകൊണ്ട്, അതായത് ഡ്രൈവറുടെ കയ്യിൽ നിന്നും കൺട്രോൾ പോകുന്നു. ആ ഡിഫൻഡർ വന്ന് ഇടിച്ച് ആൽവിനെ ഇടിക്കുന്നു. ആൽവിൻ ഇതുമായി റോഡിന് സൈഡിലായിരുന്നു ആൽവിൻ നിന്നിരുന്നത്. ആൽവിനെ വന്ന് ഈ ഡിഫൻഡർ ഇടിക്കുന്നു. അതിന് പിന്നാലെ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ആൽവിൻ നേരെ ഇടിയുടെ ആഘാതത്തിൽ നേരെ മുകളിലേക്ക് പോകുന്നു. വാഹനം കടന്നുപോയതിനു പിന്നാലെയാണ് ആൽവിൻ നിലത്തേക്ക് വീഴുന്നത്. അതായത് അത്ര ശക്തിയിൽ ആൽവിനെ ഈ വണ്ടി ഇടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ ശക്തിയിൽ തന്നെ ആൽവിൻ മുകളിലേക്ക് ഉയർന്നു പോകുന്നു. വാഹനം കടന്നു പോയതിനു പിന്നാലെ ആൽവിൻ താഴേക്ക് വീഴുന്നു. താഴേക്ക് ഉണ്ടായ വീഴ്ചയിൽ ഗുരുതരമായ ആൽവിന് നട്ടെല്ലിന് പരിക്ക് പറ്റുന്നു, തലയ്ക്കും പരിക്ക് പറ്റുന്നു. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. ആ സമയം തന്നെ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ആൽവിനെ കൊണ്ടുപോയിരുന്നു. അതായത് ഏകദേശം ഉച്ചയോട് കൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. രാവിലെ 7 മണിക്കാണ് അപകടം നടന്നത്. ഈ കോഴിക്കോട് ബീച്ച് പരിസരത്ത് ഇങ്ങനെ റീൽസ് എടുക്കുന്നതിനായി യുവാക്കളും കുട്ടികളും ഒക്കെ എത്തുന്നത് പതിവാണ്. ഏതായാലും ആ റീൽസിനിടെയാണ് ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഈ വാഹനങ്ങൾ പുതിയ വണ്ടിയാണ്, നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കോഴിക്കോട് വെള്ളയിൽ സ്റ്റേഷൻ പരിസരത്ത് ഈ വണ്ടി 2ഉം നിർത്തിയിട്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ മോഡൽ വണ്ടിയാണ് ബെൻസിൻ്റെ എന്ന് വേണം മനസ്സിലാക്കാൻ. 2ഉം ഡിഫൻഡർ ആണെങ്കിലും ബെൻസ് ആണെങ്കിലും പുതുപുത്തൻ വണ്ടി തന്നെയാണ്. ഒരു പക്ഷേ ഈ വണ്ടിയുടെ സൗന്ദര്യമൊക്കെ തന്നെയും റീൽസ് ചെയ്തുകൊണ്ട് ആളുകളെ വ്യൂസിനെ കൂട്ടാം. എന്താണ് ഒരു ഉദ്ദേശം എന്നത് വരും സമയങ്ങളിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു വണ്ടിയുടെ ആഡംബരം അടക്കം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെയാണ് നടന്നത്. ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ? കൂടെ സഞ്ചരിക്കുന്ന സുഹൃത്തുക്കളൊക്കെയോ? കാവ്യ, മനസ്സിലാക്കുന്ന കാര്യം, ഈ ആൽവിൻ മാത്രമാണ് ഡിവൈഡറിന് മുകളിലായി വന്നു നിന്നത്. മറ്റ് 2 ആളുകളാണ് ഈ ആൽവിനെ ബന്ധപ്പെടുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വരും സമയം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. കാരണം ആൽവിനെ ആ സമയം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: അതായത് ആൽവിൻ ഈ ഡിവൈഡറിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ വീഡിയോ ചിത്രീകരണം നടത്തുന്നു. ആ സമയത്ത് ഈ ഡിഫൻഡറും അതിന് പിന്നാലെ ചേസ് ചെയ്യുന്ന വീഡിയോ ആണ് വേണ്ടത് എന്നതാണ് ഈ ആളുകൾ ആൽവിനോ ആവശ്യപ്പെട്ടിരുന്നത്. അതിന് ആൽവിൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ കോഴിക്കോട് ബീച്ച് പരിസരം എന്നത് നല്ല റോഡാണ്. നമുക്ക് റോഡുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ആളുകൾ പല റീൽസും ഇതേപോലെ ചിത്രീകരിച്ച സ്ഥലം തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ആ റോഡ് കൂടി അങ്ങോട്ട് പോയാൽ തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റോഡുള്ളത്. മനോഹരമായ റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ പകൽ സമയം 7 മണിയെന്ന് തിരഞ്ഞെടുത്തിരിക്കാം. ഒരു പക്ഷേ നല്ല കാഴ്ച ഉണ്ടാവും എന്നതുകൊണ്ടാണ് ഈ പകൽ 7 മണി തന്നെ, രാവിലെ 7 മണി തന്നെ ഒരു പക്ഷേ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് അപകടം ഉണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. 2 കാറുകൾ തമ്മിൽ സ്പീഡിൽ വരുന്ന ചേസ് ചെയ്യുന്ന വീഡിയോ ആണ് വേണ്ടത് എന്നതാണ് ആൽവിനോട് ഇവർ പറയുകയും ചെയ്തത്. അതുപ്രകാരമാണ് ആൽവിൻ ഈ ഡിവൈഡറിന് മുകളിൽ കയറുന്നത്. ആ ഡിവൈഡറിനും കൂടി നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഈ ഡിവൈഡറിന് മുകളിൽ നിന്നുകൊണ്ടാണ് ആൽവിൻ ഷൂട്ട് ചെയ്യുന്നത്. ആ ബെൻസ് കാറിൻ്റെ കൺട്രോൾ പോയി എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. ബെൻസ് ആണോ ഡിഫൻഡർ ആണോ വന്ന് ഇടിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ വരും സമയങ്ങളിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. എന്തായാലും ബെൻസ് വണ്ടിക്ക് ചെറിയൊരു പരിക്കുണ്ട്. കാരണം ബെൻസിൻ്റെ മുമ്പിലുള്ള കളറൊക്കെ തന്നെ പോയതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ വെച്ചാണ് അപകടം നടന്നത്. തൊട്ട് സമീപത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. ആ വണ്ടി 2ഉം പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇനി വരും സമയങ്ങളിൽ ആരതാണ് വണ്ടി, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഉദ്ദേശം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും സമയങ്ങളിൽ മാത്രമേ മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. ഇത് ഓടിച്ച ആളുകളുടെ തന്നെ വണ്ടി. ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അതിദാരുണമായ അപകടമാണ് ഈ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ഇന്ന് കോഴിക്കോട് ഉണ്ടായത്. ഒരു യുവാവിൻ്റെ ദാരുണാന്ത്യം. വടകര സ്വദേശിയായ ആൽവിനാണ് മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് മേഘ പങ്കുവച്ചത്.